Press the bell icon on the YouTube app and never miss another update. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള ഹെയർ മിസ്റ്റേക്സിനെ പറ്റിയാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കുറച്ച് ഹെയർ കെയർ ചെയ്യാൻ നേരം നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറ്റുമല്ലോ, അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മളിൽ മോസ്റ്റ്ലി എല്ലാവർക്കും ഉള്ള മുടി നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല തിക്കും ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ആഗ്രഹം, ഇറസ്പെക്റ്റീവ് ഓഫ് ലെങ്ത്. അതിപ്പം ഷോർട്ട് ഹെയർ ആയാലും ലോങ് ഹെയർ ആയാലും നമ്മുടെ ഉള്ള മുടി നല്ല ഹെൽത്തിയും തിക്കും ആക്കണമെന്നുള്ള ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ കുറച്ച് നമ്മൾ ഫ്രീക്വന്റ്ലി ചെയ്യുന്ന മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഹെയർ മിസ്റ്റേക്കിലോട്ട് കിടക്കാം. ആദ്യത്തെ ഹെയർ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് ഹെയർ മിസ്റ്റേക്സ്. വെറ്റ് ഹെയർ മിസ്റ്റേക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി കഴുകുന്ന ദിവസങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. മീൻസ് നമ്മൾ കഴുകാൻ നേരം ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഷവർ ഉണ്ടല്ലോ, ഷവറിന് താഴെ നിന്ന് ഒരിക്കലും നമ്മൾ മുടി കഴുകല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഷവറിലൂടെ കഴുകുവാണെങ്കിൽ നല്ല ഫോഴ്സ്ഫുള്ളി ആയിരിക്കും വാട്ടർ വന്ന് നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ അടിക്കുന്നത്. അന്നേരം നമ്മുടെ റൂട്ട്സ് ഡാമേജ് ആവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലായിരിക്കും. സോ എപ്പോഴും അത് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് കൂടാതെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം എടുത്ത് ഒരു മഗ്ഗൊക്കെ ഉണ്ടല്ലോ, ഒരു കപ്പ്, അത് വെച്ച് നമ്മൾ കഴുകുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ ഹെയറിൽ. എന്നിട്ട് അത് ചെയ്യാൻ നേരം എപ്പോഴും ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടർ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചറിനെ ബാധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടർ, നമ്മുടെ എല്ലാവരും വീട്ടിൽ വരുന്ന നോർമൽ വാട്ടർ ഉപയോഗിക്കുക. പിന്നുള്ള മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വെറ്റ് ഹെയറിൽ ഒരിക്കലും ഡയറക്ട്ലി കോമ്പ് ചെയ്യല്. കോമ്പ് ചെയ്യാൻ നേരം മുടിയുടെ റൂട്ട്സ് എല്ലാം നല്ലോണം വീക്ക് ആയിരിക്കും. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ആ സമയത്ത് മുടിയിൽ നോട്ട്സ് കൂടുതലായിരിക്കും. ആ നോട്ട്സ് കാരണം നമ്മുടെ മുടി ഇങ്ങനെ നമ്മൾ വലിക്കുമ്പം നല്ലോണം സ്ട്രെച്ച് ആയിട്ട് പൊട്ടിപ്പോവും. സോ ഒരിക്കലും ഡയറക്റ്റ് നല്ലോണം വെറ്റായിരിക്കുന്ന ഹെയറിൽ ഒരിക്കലും കോമ്പ് ചെയ്യല്. അതാണ് ഈ വെറ്റ് ഹെയറിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് മിസ്റ്റേക്സുകളിലൊന്നും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നനഞ്ഞ മുടിയിൽ നമ്മുടെ വെറ്റ് ഹെയറിൽ നമ്മൾ ഹെൽമെറ്റുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഹെൽമെറ്റ്സ്, ക്യാപ്സ്, അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് നമ്മുടെ മുടി അത്യാവശ്യം ഉണങ്ങിക്കഴിഞ്ഞ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ മുടിയെ ഇത് ഒരു പരിധി വരെ നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ബ്രേക്കേജ് ഉണ്ടാവുന്നത് കൂടുതലാക്കുന്ന സാധനങ്ങളാണിത്. നമ്മൾ വിചാരിക്കും ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നും ഇല്ലെന്ന്, ക്യാപ്സ് ഒക്കെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല, പക്ഷെ നനഞ്ഞ മുടിയിൽ അത് ഉപയോഗിക്കാൻ നേരം ഇവൻച്വലി നമ്മുടെ മുടിയുടെ ഹെൽത്തിനെ നല്ലോണം ബാധിക്കാറുണ്ട്. സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ വാഷ് മിസ്റ്റേക്സ്. നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണർ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഷാംപൂസ് ആയാലും കൂടുതലും നമ്മൾ യൂസ് ചെയ്യാൻ നേരം നല്ലോണം ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡയറക്ട്ലി ഒരിക്കലും ഷാംപൂസ് നമ്മുടെ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. കൂടുതൽ അതിൻ്റെ അകത്ത് കെമിക്കൽ കണ്ടന്റ്സ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഡയറക്ട്ലി ഒരിക്കലും ഷാംപൂസ് നമ്മുടെ തലയിലോട്ട് തേക്കാൻ പാടില്ല. എപ്പോഴും അതിനെ മാക്സിമം ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം വേണം നമ്മുടെ സ്കാൽപ്പ് കഴുകാൻ. പിന്നെ ഷാംപൂ നമ്മുടെ സ്കാൽപ്പ് കഴുകാനുള്ള ഒരു സാധനമാണ്. ഫുൾ ഹെയറിന്റെ ഒത്തോട്ട് കഴുകേണ്ട ആവശ്യമില്ല, നല്ലോണം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആയി കഴിഞ്ഞ് താഴോട്ട് വരുന്ന ഷാംപൂവിന്റെ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഹെയറിന്റെ ലെങ്ത്തും കൂടെ വൃത്തിയായിക്കോളും. അല്ലാതെ അവിടെ അഡീഷണലി നല്ലോണം ഷാംപൂ ലാദർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കൂടുതൽ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ടെക്സ്ചർ ഡ്രൈ ഔട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷണർ ഉണ്ടല്ലോ, ആഫ്റ്റർ നമ്മൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ വെറ്റ് ഹെയറിലാണ് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത്. ചില ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ട് കൂടുതൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്, സ്പെഷ്യലി മണ്ടയ്ക്കുന്ന തന്നെ. കണ്ടീഷണർ എപ്പോഴും മുടിയുടെ എൻഡിലാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ ഒരിക്കലും മുടിയുടെ റൂട്ട്സിലല്ല യൂസ് ചെയ്യേണ്ടത്. റൂട്ട്സ് യൂസ് ചെയ്യാതെ എൻഡ്സിൽ യൂസ് ചെയ്യാൻ നേരം എപ്പോഴും ശ്രദ്ധിക്കുക, അധികം ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാതിരിക്കുക. കുറച്ച് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് അതിങ്ങനെ നല്ലോണം കയ്യിലിങ്ങനെ പാംസിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് മുടിയിൽ ഇങ്ങനെ നമ്മൾ പെതുക്കെ കൈ കൊണ്ട് തന്നെ നമ്മൾ മുടി ചീകുന്ന രീതിയിലുണ്ടല്ലോ, നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കല്ലോ, ആ രീതി കണ്ടീഷണർ നമ്മൾ നല്ലോണം ചെയ്തെടുക്കുക. പിന്നെ ഒരിച്ചിരി ഒരു 1 to 2 minutes നമ്മുടെ മുടിയിൽ വെച്ച് കഴിഞ്ഞ് ഒന്ന് കഴുകി കളയുക. പിന്നെ കഴുകി കളയുന്ന ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെള്ളത്തിൽ കഴുകി കളയണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും റെസിഡ്യൂ നമ്മുടെ മുടിയിൽ ബാക്കി വരാൻ പാടില്ല. സ്പെഷ്യലി കണ്ടീഷണേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി തിക്ക് ആയിരിക്കും അതിന്റെ ഫോർമുലേഷൻ. നമുക്കറിയാം ഷാംപൂവും കണ്ടീഷണറും ഇച്ചിരി നോക്കുവാണെങ്കിൽ കണ്ടീഷണേഴ്സ് ഇച്ചിരി ഓയിലി കൂടുതലായിട്ട് തോന്നും, ഇച്ചിരി ക്രീമി ടെക്സ്ചർ കൂടുതലായിരിക്കും. അത് നമ്മുടെ മുടി നല്ലോണം കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയാണ്. സോ അങ്ങനെയുള്ള സാധനം നമ്മുടെ മുടിയിൽ നിന്ന് ഒന്ന് കഴുകി കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വിചാരിക്കും അത് ഇരിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ഇച്ചിരി സിൽക്കി ഫീൽ ഒക്കെ വരും. നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് തോന്നും നല്ലോണം കഴുകി കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്യും. ഇവൻച്വലി അത് എന്തോ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ അകത്ത് ഈ കെമിക്കൽസിന്റെ റെസിഡ്യൂ ട്രാപ്പായി ടെക്സ്ചർ നല്ലോണം പിന്നെ ഡ്രൈ ഔട്ട് ആവാൻ തുടങ്ങും. അതുകൊണ്ട് എപ്പോഴും ഇത് ഷാംപൂസ് ആയാലും കണ്ടീഷണേഴ്സ് ആയാലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ഉപയോഗിച്ച് അത് ക്ലീൻ
ക്ലീൻ ആയി കളയാൻ ശ്രദ്ധിക്കും. വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാംപൂ ചെയ്യാൻ നേരം ഒരിക്കലും നെയിൽസ് വെച്ച് നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ ഉരയ്ക്കരുത്. ഒരിക്കലും ഇങ്ങനെ ഉരച്ചൊരച്ച് കഴുകല്ലേ. എപ്പോഴും നമ്മുടെ ഫിംഗർ ടിപ്സ് ഉണ്ടല്ലോ, ഈ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് വെച്ച് മാത്രം ഇങ്ങനെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകി കളയാൻ ശ്രദ്ധിക്കും. പിന്നെ ഷാംപൂസ് ഏത് യൂസ് ചെയ്താലും നമ്മളിപ്പോൾ മൈൽഡാന്ന് പറഞ്ഞാലും എത്ര മൈൽഡാന്ന് പറഞ്ഞാലും ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ മുടിക്ക്. നമ്മൾ ഷാംപൂ ഓൾട്ടർനേറ്റീവ്ലി യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്യുക. മਤലബ് ഡെയിലി ഇപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിലും ഡെയിലി ഷാംപൂ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഹെയറിന്റെ ടെക്സ്ചർ വളരെയധികം അത് ഡ്രൈ ആക്കും. അതുകൊണ്ട് ഡെയിലി ഷാംപൂ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതാണ് കോമ്പിംഗ് മിസ്റ്റേക്സ്. കോമ്പിംഗ് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി നല്ല നമ്മൾ ചീകാൻ നേരം ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഫ്രീക്വന്റ്ലി ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ പോയിന്റ് കവർ ചെയ്തായിരുന്നല്ലോ, നമ്മൾ നനഞ്ഞ മുടി ഒരിക്കലും നമ്മൾ ചീപ്പ് വെച്ച് സ്ട്രോങ് ആയിട്ട് ചീകല്, ഭയങ്കര പ്രഷർ കൊടുത്ത് ചീകല്. അതുപോലെ തന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ടീപ്പായാലും അതുപോലെ ഏത് ഹെയർ ടൂൾസ് ആയാലും നമ്മൾ പേഴ്സണലി നമ്മൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ പേഴ്സണലി ഇങ്ങനെയുള്ള സാധനങ്ങൾ ആരുടെ കൂടെ ഷെയർ ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നത് നമ്മൾ വേറെ ആരെയും കൂടെ ഷെയർ ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പായാലും എന്തുമായാലും ആ സാധനം ആരുടെ കൂടെ ഷെയർ ചെയ്യാതിരിക്കുക. എന്താ വെച്ചാൽ നമ്മുടെ തലയിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷനോ ഡാൻഡ്രഫോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരാൾക്കും ട്രാൻസ്ഫർ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അത് കൂടാതെ തന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന കോമ്പുകളൊക്കെ അറ്റ്ലീസ്റ്റ് എല്ലാ 2 ആഴ്ചയിൽ അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത് മിനിമം ഒന്ന് നല്ലോണം അതിനൊന്ന് ഡിസ്ഇൻഫെക്ട് ചെയ്യുക. നല്ലോണം കഴുകി ഒന്ന് ഡിസ്ഇൻഫെക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓയിലിംഗ് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽസ് ഇപ്പം പലർക്കും പല ഫേവറേറ്റ്സ് ആയിരിക്കും. ചിലർ വീട്ടിൽ ഓയിൽ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഓയിൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ ഹെയറിൽ. അഡീഷണലി നമ്മുടെ മുടിക്ക് നോർമലി ഒരു ഓയിൽ ഉണ്ട്, അതിനകത്ത് സിബമുണ്ട്, അതിനകത്ത് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ അഡീഷണലി മുടിയൊക്കെ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. അത് അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തന്നെ ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയിലോട്ട് അത് നല്ലോണം പെനട്രേറ്റ് ആവും. നല്ല അകത്തോട്ട് അത് കയറി നമുക്കൊരു മസാജിങ് നല്ലൊരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. നല്ല സൂതിങ് ആവും. നമ്മുടെ റൂട്ട്സിനും ഒക്കെ നല്ലൊരു റിലാക്സേഷൻ കിട്ടും നല്ലോണം മസാജൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും നല്ലോണം ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഓയിൽ അത്യാവശ്യം ചൂടാക്കാൻ ശ്രദ്ധിക്കുക. ലൈറ്റ് ചൂടോടെ വേണം ചെയ്ത് കൊടുക്കാൻ. അത് കൂടാതെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഓയിലിങ്ങിൽ കൂടുതൽ ഓയിൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചും സ്കാൽപ്പിനും അത്യാവശ്യം ഓയിൽ മാത്രം ചെയ്യുക. കൂടുതൽ എണ്ണ ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോജനമില്ല. നമുക്ക് അത് കൂടുതൽ എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഷാംപൂ യൂസ് ചെയ്യേണ്ടി വരും. ഇത്തരം പ്രൊഡക്ട്സ് നമ്മൾ ആവശ്യമില്ലാതെ വേസ്റ്റേജും ചെയ്യുക. നമ്മുടെ മുടിക്കകത്ത് കൂടുതൽ കെമിക്കൽസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ മാക്സിമം അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഓയിലിംഗ് നമ്മൾ മാക്സിമം ആവശ്യത്തിനനുസരിച്ച് മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ കൂടുതൽ ഓയിൽ ചെയ്തെന്ന് വെച്ച് കൂടുതൽ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. നമ്മളത് എടുത്ത് കളയാൻ വേണ്ടി ഓയിൽ മാറ്റാൻ വേണ്ടി നമുക്ക് കൂടുതൽ ഹെയർ പ്രൊഡക്ട്സ് ആയാലും കെമിക്കൽ പ്രൊഡക്ട്സ് ആയാലും യൂസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ആണ് ഹെയർ മെയിൻ്റനൻസ് മിസ്റ്റേക്സ്. ഹെയർ മെയിൻ്റനൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നമ്മുടെ ഗ്രോത്ത് നമുക്ക് എല്ലാവർക്കും ഒരു നാച്ചുറൽ ഹെയർ ഗ്രോത്ത് ഉണ്ടല്ലോ. പലർക്കും പലതാണ്. ചിലർക്ക് പെട്ടെന്ന് മുടി വളരും, ചിലർക്ക് കുറച്ച് ടൈം ഡ്യൂറേഷൻ എടുത്താണ് വളരുന്നത്. വളർന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാസത്തിനിടയ്ക്കയിൽ നമ്മൾ അതിന്റെ അറ്റം ഒന്ന് ട്രിം ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറച്ചൊരു തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാലേ നമ്മുടെ താഴെ നമ്മൾ ട്രിം ചെയ്യുമ്പോൾ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴെ എല്ലാം നല്ല ലെവലിങ്ങിൽ നല്ല ഭംഗിയായിട്ട് മുടി കിടക്കുകയും ചെയ്യും. അതിന് കൂടാതെ തന്നെ എപ്പോഴും നമ്മുടെ താഴത്തെ മുടിയായിരിക്കും ഡ്രൈ ആവുന്നത്. കൂടുതൽ ഡ്രൈനെസ് അവിടെ ആയിരിക്കും. ആ ഡ്രൈനെസ് കൂടുമ്പോൾ അവിടെ നോട്ട്സ് പെട്ടെന്ന് വരും. നോട്ട്സ് വരുമ്പോൾ നമ്മൾ മുടി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടി പൊട്ടും. അങ്ങനെയാണ് നീളത്തിൽ നമ്മുടെ കുറച്ച് മുടി മേളിലും കുറച്ച് മുടി താഴെയായി പോകുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ട്രിംസ് ഒരു ശീലമാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം മുടി നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരേ ലെങ്തി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അധികം ഡാമേജ് ഇല്ലാതെ. അത് കൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഷാംപൂസ് ആയാലും കണ്ടീഷണേഴ്സ് ആയാലും വേറെ ഏത് ഹെയർ സ്റ്റൈലിംഗ് പ്രൊഡക്ട്സ് ആയാലും എന്തൊക്കെ നമ്മൾ ഹെയർ ഹീറ്റ് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ, അതൊക്കെ യൂസ് ചെയ്യാൻ നേരം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചർ അനുസരിച്ച് വേണം ചൂസ് ചെയ്യാൻ. നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും നമുക്ക് സ്കിൻ എങ്ങനെയാണ് വ്യത്യാസം, നമ്മുടെ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ അങ്ങനെ വരുന്ന പോലെ തന്നെ ഹെയറിന്റെ ടെക്സ്ചറിൽ ഡിഫറൻസ് ഉണ്ട്. എല്ലാവർക്കും ഒരേ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യണമെന്നില്ല. സ്പെഷ്യലി നമ്മുടെ ഫാമിലിയിൽ ഇപ്പം പല ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ കോമൺലി എന്ത് ചെയ്യുന്നത് ഒരേ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരേ ഷാംപൂ പലർക്കും പല രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത്. ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്ക് ആവത്തില്ല. സോ നമ്മൾ എപ്പോഴും പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ നമുക്ക് സൂട്ട് ആവുന്ന പ്രൊഡക്ട്സ് അനുസരിച്ച് വേണം സെലക്ട് ചെയ്യാൻ. അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ എത്ര ഹെയർ കെയർ ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമ്മൾ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുന്ന കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ ബെനിഫിറ്റ്, നമ്മൾ ഉദ്ദേശിച്ച ബെനിഫിറ്റ് നമുക്ക് കിട്ടാതെ പോകും. സോ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ കെയർഫുള്ളി ചൂസ് ചെയ്യുക. അടുത്ത മിസ്റ്റേക്ക് ആണ് ക്ലൻസിങ് മിസ്റ്റേക്ക്. ക്ലൻസിങ് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും കാണും ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്തവർ, വീക്ക്ലി 1 or 2 ചെയ്യുന്നവർ. അങ്ങനെയുള്ളവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാംപൂ ചെയ്യാൻ നേരം ആദ്യം ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഷാംപൂ ചെയ്ത് വെള്ളത്തിൽ നല്ലോണം കഴുകി കഴിഞ്ഞ് പിന്നെയും കുറച്ച് ഷാംപൂ എടുത്ത് ഒന്നുകൂടെ ഒന്ന് ചെയ്യണം. ഡബിൾ ക്ലൻസിങ് ചെയ്യണം. ഡബിൾ ക്ലൻസിങ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ എന്താ വെച്ചാൽ
ഡെയിലി നമ്മൾ തല കഴുകുവാണെങ്കിൽ നമ്മുടെ തലയിലുള്ള അഴുക്കൊക്കെ നല്ലോണം പെട്ടെന്ന് പോകും. പക്ഷെ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ മുടി അധികം ഡ്രൈ ഔട്ട് ആക്കാതെ തന്നെ നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഷാമ്പൂ എല്ലാം ഡൈല്യൂട്ട് ചെയ്തിട്ട് ആദ്യം നല്ലോണം ഒന്ന് ലാദർ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് പിന്നെ കുറച്ച് മാത്രം എടുത്ത് ഒന്നുകൂടെ ഒന്ന് കഴുകി കളയാം. അപ്പം നമ്മുടെ ഹെയറും അതുപോലെ തന്നെ സ്കാൽപ്പും നല്ലോണം ക്ലീൻ ആയി കിട്ടും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണറും നല്ല ക്വാളിറ്റിയുടെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കണ്ടീഷണർ നമ്മുടെ ഹെയറിന്റെ ടിപ്സിൽ മാത്രം ഉപയോഗിക്കാം. യെസ്, ചിലവർക്ക് കണ്ടീഷണർ ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി ടിപ്സിൽ മാത്രം യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മുടെ മുടിയെ വേ ഡൗൺ ചെയ്യത്തില്ല. നമുക്ക് തളർന്ന് ചിലവർക്ക് ഇഷ്ടമല്ല നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഒട്ടിയിരിക്കുന്നതൊക്കെ. അങ്ങനെയുള്ളവർക്കും കുറച്ച് എമൗണ്ടിൽ മാത്രം ഹെയറിന്റെ ടിപ്സിൽ മാത്രം കണ്ടീഷണർ യൂസ് ചെയ്യുക. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയുടെ താഴത്തെ ഡ്രൈ ഔട്ട് ആയിട്ടുള്ള ആ ലുക്ക് മാറിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ മുടി ഫീലും ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ആയാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സ്പെരിമെന്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ കണ്ടിന്യൂസ്ലി ഒരേ സാധനം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുമായിട്ട് നമ്മുടെ മുടി അങ്ങ് അഡാപ്റ്റ് ആയി പോകും. പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യാൻ അതിന്റെ നമ്മൾ നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ് കിട്ടുന്നത്. സോ ഇടയ്ക്കിടയ്ക്ക് ഷാമ്പൂ സ്വിച്ച് ചെയ്യുന്ന വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചർ, ക്ലൈമറ്റ്, അതുപോലെ ഏജ് അതിനനുസരിച്ചുള്ള ഷാമ്പൂ ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് ട്രൈ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമുക്ക് ആക്ച്വലി വർക്ക് ചെയ്യുന്ന ഷാമ്പൂ ഏതാണ്, നമുക്ക് ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ. ഒരാൾക്ക് യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എപ്പോഴും മറ്റേ ആൾക്ക് യൂസ് ചെയ്താൽ വർക്ക് ആവണമെന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അവരുടെ ഹെയറിന്റെ ടെക്സ്ചർ അനുസരിച്ച് വേണം ഷാമ്പൂസ് ആയാലും കണ്ടീഷണേഴ്സ് ആയാലും യൂസ് ചെയ്യാൻ. ഫൈനലി, നൈറ്റ് ഹെയർ കെയർ മിസ്റ്റേക്സ്. നമ്മൾ രാത്രി കിടക്കാൻ നേരം നമ്മുടെ മുടി ഒരിക്കലും വളരെ ടൈറ്റ് ആയിട്ട് ബ്രെയ്ഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബണ്ണ് ആയാലും എങ്ങനെ ആയാലും ടൈറ്റ് ഹെയർ സ്റ്റൈൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമുക്കറിയാം ബണ്ണ് ചെയ്ത് കിടക്കുന്നതായാലും അതുപോലെ തന്നെ ബ്രെയ്ഡ് ചെയ്ത് കിടക്കുന്നതും നമ്മുടെ മുടിക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ ഒരിക്കലും അത് ടൈറ്റ് ആയിട്ട് ചെയ്യല്ലേ. ടൈറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കാതെ നമ്മളത് ഓപ്പൺ ചെയ്യാതെ ഭയങ്കരമായിട്ട് നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചറും വളരെയധികം ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും, വേവ്സും വരും. പിന്നെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക രാത്രി കിടക്കാതെ ലൂസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് പ്രിഫർ ചെയ്യാൻ. അതുപോലെ തന്നെ മുടി തുറന്നിട്ട് കിടക്കാതിരിക്കുക. നമ്മുടെ മുടി നല്ലോണം നോട്ട്സും ഉണ്ടാവുന്നതിനകത്ത് അതുപോലെ തന്നെ മുടി ഡാമേജ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും രാത്രി കിടക്കാൻ നേരം നല്ലോണം ലൂസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ മാത്രം പ്രിഫർ ചെയ്യുക. ആർക്കെങ്കിലും നൈറ്റ് ഹെയർ സ്റ്റൈൽസിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തരാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നൈറ്റ് ടൈമിൽ നമ്മുടെ മുടി കെട്ടിവെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇറ്റ്സ് മീ നയന സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.